തൃശൂർ വട്ടണാത്രയിൽ കായാമ്പൂ പൂവിട്ടത് മനോഹര കാഴ്ചയായി. അപൂർവമായി മാത്രമാണ് കായാമ്പൂ പുഷ്പിക്കാറുള്ളത്. റിട്ടയേർഡ് അധ്യാപിക മഞ്ഞളി ബേബി തോമസിന്റെ വീട്ടുപറമ്പിലാണ് കായാമ്പൂ ചെടി പൂവിട്ടത്. ശ്യാമവർണ്ണം വിതറുകയാണ് വട്ടണാത്രയിലെ വീട്ടുപറമ്പിലെ കായാമ്പു കാഴ്ച. പൂത്താൽ അടിമുടി നീലവർണ്ണം അണിയുന്നു എന്നത് ഈ ചെടിയുടെ മാത്രം പ്രത്യേകതയാണ്. ചെടി പറമ്പിൽ സ്വാഭാവികമായി ഉണ്ടായതെന്നും വച്ചുപിടിപ്പിച്ചതല്ലെന്നും വീട്ടുകാർ പറയുന്നു. ഈ ചെടി ഇവിടെ ഉണ്ടാവാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. കായാമ്പു ആണെന്ന് അറിയണ്ടായിരുന്നില്ല. ചെടി എന്ന് വെച്ചാൽ ഏകദേശം 5 അടി ഉയരൊക്കെ ഉള്ളൂ. പക്ഷേ പൂവുണ്ടായപ്പോഴാണ് ഇത് കായാമ്പു ആണെന്നുള്ളത് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടത്. ഇതുവരെ ഇത് കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് കാണുന്നത്. ആദ്യം ഇത് എന്ത് ചെടിയാണെന്ന് തിരിച്ചറിഞ്ഞില്ലെന്നും പിന്നീട് ഗൂഗിളിൽ തിരഞ്ഞു നോക്കിയപ്പോഴാണ് കായാമ്പൂവാണെന്ന് മനസ്സിലായതെന്നും കുടുംബം പറയുന്നു. എന്റെ വീട്ടിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പൂവ് മനോഹരമായിട്ട് നിൽക്കുന്നത് കാണുന്നത്. ഇതിനെപ്പറ്റി കേട്ടറിവ് മാത്രമേ എനിക്കുള്ളൂ. അതായത് ഇതിന്റെ പേര് തൊട്ട് ഇല വരെ ഔഷധ ഗുണങ്ങളുള്ള നല്ലൊരു സസ്യമായിട്ടാണ് ഇതിനെപ്പറ്റി കേട്ടിരിക്കുന്നത്. ഇപ്പൊ ഈ ഒരു സസ്യം വീട്ടിലുണ്ടായത് എന്നെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ ഒരു ഏജിനുള്ളിൽ ഇങ്ങനെ ഒരു സസ്യത്തിനെ നേരിട്ട് തൊട്ടടുത്ത് കാണാൻ സാധിച്ചു. അതൊരു വലിയ കാര്യമാണ്. ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് കായാമ്പു പൂവിടുന്നത്. കായാമ്പു പൂക്കുന്നത് പുണ്യമാണെന്ന് കരുതിയ ഒരു തലമുറയുണ്ടായിരുന്നു. നല്ല കരുത്തുള്ള കായാമ്പു മണ്ണൊലിപ്പ് തടയാനും വെച്ചുപിടിപ്പിച്ചിരുന്നു. മനോഹരമായ നീലവർണ്ണത്തിലുള്ള പൂക്കൾ തണ്ടിനോട് പറ്റിപ്പിടിച്ച രീതിയിലാണ് കാണപ്പെടുന്നത്. കായാമ്പു ഏറ്റവും കൂടുതൽ മനസ്സിൽ പതിഞ്ഞിരിക്കുന്നത് ചലച്ചിത്ര ഗാനങ്ങളിലൂടെയും കവിതകളിലൂടെയുമാണ്. 10 അടിയോളം ഉയരം വെക്കുന്ന കായാമ്പു ചെടി പ്രധാന ഔഷധ സസ്യങ്ങളിൽ ഒന്നാണ്. കായാവ്, അഞ്ജനം, കനലി, കാശാവ് എന്നീ പേരുകളിലും ഈ ചെറുസസ്യം അറിയപ്പെടുന്നു. ഉറപ്പുള്ള തണ്ടുള്ള ചെടിയായതിനാൽ കത്തിക്ക് പിടിയാക്കാനും ഗ്രാമീണർ ഉപയോഗിച്ചിരുന്നു. കായാമ്പൂവിന്റെ വേരുകളും ഇലകളും ഔഷധമായി ഉപയോഗിക്കുമ്പോൾ കട്ടിയുള്ള തണ്ടുകൾ ചെണ്ടക്കോലായും ഊന്നുവടിയായും ഉപയോഗിക്കുന്നു. തണ്ടിൽ പൂക്കുന്ന പൂവിന് നേരിയ സുഗന്ധവുമുണ്ട്. കായാമ്പു ചെടി പൂത്തുലഞ്ഞ കാഴ്ച കാണാനും ചിത്രമെടുക്കാനുമായി ബേബി തോമസിന്റെ വീട്ടിൽ നിരവധി പേരാണ് എത്തുന്നത്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.